ഇപ്പൊ തന്നെ കഴിയുവേ. നമുക്കേ മുടി കെട്ടാവേ. നല്ല സുന്ദരിയാവണ്ടേ? വിജയ് മോനെ, ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഇന്ന് നീ കൈകൊണ്ട് വിളമ്പി തരുന്ന ഭക്ഷണം കഴിക്കാൻ കൊതിച്ചു വന്നതാ ഞാൻ വന്നിട്ട് നീ എന്താ അങ്ങോട്ട് വരാറുന്നത്? ഞാനിവിടെ മക്കളുടെ കൂടെ ആയിരുന്നു, അതാ വരാഞ്ഞ്. നാലോ ഒന്ന് വരായിരുന്നു. ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോ വാതുക്കൽ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഭാര്യയെ കാണുന്നതാണ് ഒരു സന്തോഷം. അത്തരം ഫോർമാലിറ്റീസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ നമ്മള് പുതുമണവാളനും മണവാട്ടിയൊന്നും അല്ലല്ലോ. അത് ശരിയാ. എന്നാലും തന്റെ ചിരിച്ച മുഖം കാണുന്നല്ലോ എൻ്റെ ഒരു സന്തോഷം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അമ്മ ഭക്ഷണം കഴിച്ച ഉടനെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോ നീ നമ്മുടെ മുറിയിലേക്ക് വരില്ലേ? ഇല്ല. എന്താ വരില്ലെന്നു? വരില്ല. ഞാൻ എന്റെ മക്കളുടെ കൂടെ ഇവിടെ കിടക്കുന്നത്. എടോ, മക്കളുടെ കൂടെ അമ്മ കിടന്നോളൂ. ഇത്രയും ദിവസം അങ്ങനെ ആയിരുന്നില്ലേ? ഇത്രയും ദിവസത്തെ പോലെ അല്ലല്ലോ ഇന്ന്. ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ. എന്റെ മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ എന്റെ കാര്യം? വിനേട്ടന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനല്ലല്ലോ, അത് വിനേട്ടൻ തന്നെയല്ലേ. ചിരു, ഈ ഭർത്താവിന്റെ കാര്യം നോക്കേണ്ടതേ ഉത്തമയായ ഒരു ഭാര്യയുടെ കടമയാ. ഇത് ഞാൻ പറയുന്നതല്ല, കാരണവന്മാരായിട്ട് പറഞ്ഞു വരുന്നതാ. എന്നേക്കാൾ പ്രായമുള്ള ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ പ്രാധാന്യം തിരിച്ചറിവാകാത്ത എന്റെ ഈ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നത് തന്നെയാ. ഞാൻ ഏതായാലും എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ കിടക്കുന്നത്. ഈ കുറച്ചു നാളുകൾ അവരുടെ അടുത്തുനിന്ന് ഞാൻ മാറി നിന്നപ്പോ തന്നെ അവരെന്നിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. അത് മാറ്റിയെടുക്കണം. എന്റെ മക്കള് പഴയതുപോലെ എന്നെ സ്നേഹിക്കണം. അതാ എന്റെ ആഗ്രഹം. ശരി, ഞാൻ തന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല. എന്നാ പിന്നെ ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ മുറിയിൽ നിങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത്. എന്തേ, അതിന് കുഴപ്പമൊന്നുമില്ല. എവിടെ പായവിടെ? അല്ല, വിനേട്ടൻ എന്തിനാ പായിട്ട് നിലത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്ന? സുഖമായിട്ട് മുറി പോയി കിടന്നൂടെ? എടീ, എന്റെ സുഖവും സന്തോഷമൊക്കെ എന്റെ ഭാര്യക്കും മക്കൾക്കും ഒപ്പം. നിങ്ങൾക്കൊപ്പം നിൽക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പാലടച്ചേക്കാം അല്ലേ? അല്ല, രഘുവേട്ടനും അമ്മ ചേച്ചി വിളിച്ചായിരുന്നോ? ഇല്ല. എന്തേ? ഏയ്, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അവര് വിളിച്ചില്ല, ഞാൻ അങ്ങോട്ടും വിളിച്ച് കാര്യങ്ങൾ തിരക്കിയില്ല. നമുക്കുറങ്ങാം. അല്ല, വിജയ് മോനെ എന്റെ അടുത്ത് കിടത്തിക്കൂടെ? കുഞ്ഞുറങ്ങി, ഇവിടെ കിടന്നോട്ടെ. ആണോ? നമുക്ക് കിടക്കാം, പിന്നെ കളിക്കാം. മതി, ഇനി രാവിലെ കളിക്കാം. ബാ 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 ബാ. എനിക്ക് അതിങ്ങ് താ, അമ്മയ്ക്ക് താ. ഉറങ്ങണ്ടേ? ബാ, ബാക്കി രാവിലെ കളിക്കാം കേട്ടോ. രണ്ടെണ്ണത്തിനെ കൊണ്ടുള്ള ശല്യം ഞാനെന്തെങ്കിലും ചെയ്യും ഞാൻ.
അയാള് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൂടി പ്ലാൻ ചെയ്ത് വെക്കണ്ടേ എന്റെ ഹർഷേ?